അവസാനം ചൈനയെ ഒറ്റുകൊടുത്തു ട്രംപ്. ആണവായുധ പരീക്ഷണം നടത്തുന്നു, ലോകത്തെ ഞെട്ടിക്കുന്നു. ഇതൊക്കെയാണ് ചൈന ചെയ്യുന്ന നിഗൂഢമായ അല്ലെങ്കിൽ രഹസ്യമായ കാര്യങ്ങളെന്ന് പറയുന്നത്. ലോകത്തെ തന്നെ പരിഭ്രാന്തിയിലാക്കിയിരിക്കുകയാണ് ചൈന. നിഗൂഢതകൾ ഒളിപ്പിച്ചു വെക്കുന്ന ചൈനീസ് ഭരണകൂടത്തിന്റെ അത്തരത്തിലുള്ള മറ്റൊരു രഹസ്യം കൂടി അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം പുറത്തുവിട്ടതിനെ തുടർന്ന് മേഖലയിലെ ആശങ്കകൾ എന്ന് പറയപ്പെടുന്ന പരിഹരിക്കുവാൻ ഉടൻ ത്രികക്ഷി ആണവ കരാർ ഒപ്പിടണമെന്ന് അന്താരാഷ്ട്ര സമൂഹം ആവശ്യപ്പെടുകയാണ്. പലപ്പോഴും ചൈന ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അറിയുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതറിയാറേയില്ല. നമുക്ക് 2018 കഴിഞ്ഞ് ഇങ്ങോട്ട് ആലോചിച്ചു കഴിഞ്ഞാൽ ചൈനയിൽ നിന്ന് വന്ന പലതും ലോകത്തെ തന്നെ കീഴടക്കിയ ഒരു ചരിത്രമുണ്ട്. 2020 കാലഘട്ടത്തിൽ കൊറോണ തന്നെയാണ് അതിന് ഏറ്റവും ഉദാഹരണം എന്ന് പറയേണ്ടത്. 120 വർഷങ്ങൾക്ക് മുമ്പ് ലോകം അടഞ്ഞു കിടന്നത് പോലെ പിന്നെ ഒരിക്കലും ആരും കണ്ടിട്ടില്ല അത്തരത്തിൽ ലോകത്തെ അടഞ്ഞു മൂടിയ ഒരു സ്ഥിതിയിൽ. അങ്ങനെ അടച്ചു മൂടിയിടുവാൻ കഴിഞ്ഞത് വുഹാനിൽ നിന്ന് വന്ന ആ കൊറോണ എന്ന് പറയപ്പെടുന്ന വൈറസ് ആയിരുന്നു. അത് ചൈനയുടെ ഒരു നിഗൂഢതയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ചൈന ചെയ്യുന്നത് എന്ത് എന്ന് ലോകം ഒരിക്കലും അറിയുന്നില്ല. അവിടെ നിഗൂഢമായിട്ടുള്ള എന്തൊക്കെയോ ഉണ്ട് എന്ന് ആഴത്തിൽ വിശ്വസിക്കാവുന്ന ഒരു സമൂഹം തന്നെ നമുക്കിടയിലുണ്ട്. അപ്പോൾ അതിനെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടാണ് ചൈന രഹസ്യമായിട്ട് ആണവ പരീക്ഷണങ്ങൾ നടത്തുകയും വൻതോതിൽ ആയുധശേഖരം വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ് എന്ന് അമേരിക്ക ഇപ്പോൾ ആരോപിക്കുന്നത്. ഈ സാഹചര്യത്തിൽ റഷ്യയെയും ചൈനയെയും ഉൾപ്പെടുത്തി പുതിയൊരു ത്രികക്ഷി ആണവ കരാർ രൂപീകരിക്കണമെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോ അടക്കം ആവശ്യപ്പെടുകയും ചെയ്തു. അമേരിക്കയും റഷ്യയും തമ്മിലുണ്ടായിരുന്ന അവസാനത്തെ ആണവായുധ നിയന്ത്രിത കരാറായിട്ടുള്ള ന്യൂ സ്റ്റാർട്ട് അതിന്റെ കാലാവധി അവസാനിച്ചു. അതോടുകൂടി ആഗോളതലത്തിൽ പുതിയൊരു ആയുധ മത്സരത്തിന് തുടക്കമാകുമോ എന്ന ആശങ്ക ശക്തമാവുകയും ചെയ്യുന്നു. ആണവായുധ നിയന്ത്രണം എന്നത് ഇനി അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ഒരു ഉഭയകക്ഷി വിഷയം മാത്രമായി തുടരാനാവില്ല എന്ന് സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള റൂബിയോ വ്യക്തമാക്കുകയും ചെയ്തു. സ്ഥിരത ഉറപ്പാക്കാൻ മറ്റു രാജ്യങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നും ചൈനയ്ക്ക് അതിൽ വലിയ പങ്കുണ്ട് എന്നുമാണ് പറയപ്പെടുന്നത്. 2020 ജൂണിൽ ചൈന രഹസ്യമായിട്ട് ആണവ പരീക്ഷണം നടത്തിയതായിട്ടും എന്നാൽ ഇത് അന്താരാഷ്ട്ര ഉടമ്പടികളുടെ ലംഘനമാണ് എന്നും അമേരിക്കൻ പ്രതിനിധികളടക്കം ഇതിനെ ആരോപണം ഉന്നയിച്ച് പറയുന്നുണ്ട്. ഇത്തരം പരീക്ഷണങ്ങൾ ഉടമ്പടികളുടെ ലംഘനമാണ് എന്ന് ചൈനയ്ക്ക് അറിയാവുന്നത് കൊണ്ട് അവർ അത് മൂടിവെക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് കുറ്റപ്പെടുത്തലുകൾ. അതേസമയം അമേരിക്കയുടെ ആരോപണങ്ങളെ ചൈനീസ് അംബാസഡറായിട്ടുള്ള ഷെൻ ജിയാൻ ശക്തമായിട്ട് എതിർക്കുന്നു. അമേരിക്ക ഉത്തരവാദിത്തമില്ലാത്ത പ്രസ്താവനകൾ നടത്തുകയാണ് എന്ന് അവർ കുറ്റപ്പെടുത്തുകയും ഈ ഘട്ടത്തിൽ നിരായുധീകരണ ചർച്ചകളിൽ പങ്കുചേരാൻ പദ്ധതിയിടുന്നില്ലെന്ന് ചൈന ആവർത്തിക്കുകയും ചെയ്തു. വലിയ ആണവശേഖരമുള്ള രാജ്യങ്ങൾ, അതായത് അമേരിക്കയും റഷ്യയും കുറിച്ചാണ് പറയുന്നത്, അവർ നിരായുധീകരണത്തിൽ അവരുടെ പ്രാഥമിക ഉത്തരവാദിത്തം നിറവേറ്റുന്നത് തുടരണമെന്ന് ചൈനീസ് അംബാസഡർ ആവശ്യപ്പെടുകയും ചെയ്തു. ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ മറ്റ് ആണവായുധ രാജ്യങ്ങളെയും ചർച്ചകൾ ഉൾപ്പെടുത്തണമെന്നാണ് റഷ്യയുടെ നിർദ്ദേശം. ആണവായുധ നിയന്ത്രണത്തെക്കുറിച്ചുള്ള ആഗോള സംവാദങ്ങൾ അത് പുതിയൊരു വഴിത്തിരിവിൽ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ ആരോപണങ്ങളും ചൈനയുടെ നിഷേധവും അന്താരാഷ്ട്ര സുരക്ഷാ രംഗത്ത് കൂടുതൽ അനിശ്ചിതത്വങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇവിടെ ചൈനയുടെ രഹസ്യ നീക്കങ്ങൾ എന്ന് പറയപ്പെടുന്നത്, ഇവിടെ നമുക്കറിയാവുന്നത് ഈ ഇടങ്കം ചെയ്യുന്നത് വലം കൈ അറിയരുത് എന്നൊരു പ്രയോഗമുണ്ട്. അതുപോലെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ചൈനയുടെ പ്രവർത്തനങ്ങൾ അത് അന്താരാഷ്ട്ര നിരീക്ഷകരടക്കം വിലയിരുത്തപ്പെടുകയാണ്. ചൈനയ്ക്കുള്ളിൽ പുറം ലോകത്തെ അറിയാത്ത പല നിഗൂഢതകളും നടക്കുന്നുണ്ട് എന്നുള്ള പൊതുസമൂഹത്തിന്റെ വിശ്വാസത്തിന് അടിവരയിടുന്നതാണ് പുതിയ വെളിപ്പെടുത്തലുകൾ. 2020 ജൂണിൽ അന്താരാഷ്ട്ര ഉടമ്പടികളെല്ലാം ലംഘിച്ചുകൊണ്ട് ചൈന രഹസ്യമായിട്ട് ആണവ പരീക്ഷണം നടത്തിയതായിട്ട് അമേരിക്കൻ പ്രതിനിധിയായിട്ടുള്ള തോമസ് ഡിനാനോ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത്തരം പരീക്ഷണങ്ങൾ നിയമവിരുദ്ധമാണ് എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ചൈന അത് മൂടിവെക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള ആരോപണമാണ് ശക്തമാവുന്നത്. ഇവിടെയാണ് അമേരിക്കയും റഷ്യയും തമ്മിലുണ്ടായിരുന്ന അവസാനത്തെ ആണവായുധ നിയന്ത്രണ കരാറായിട്ടുള്ള ന്യൂ സ്റ്റാർട്ടിന്റെ കാലാവധി അവസാനിക്കുന്നതും അതിനുശേഷം ലോകത്തെ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് ഇവർ നയിക്കുന്നത് എന്നുള്ള തോന്നൽ ഉളവാക്കുന്നത്. ആഗോളതലത്തിൽ പുതിയൊരു ആയുധ മത്സരത്തിന് ഇത് തുടക്കമിടുമോ എന്നുള്ള ആശങ്ക ശക്തമാകുന്നുണ്ട് എന്നുള്ള ഈ ഘട്ടത്തിലാണ് ഒരു ആണവായുധ നിയന്ത്രണം എന്നത് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ഒരു ഉഭയകക്ഷി വിഷയം മാത്രമായി തുടരാനാവില്ല എന്നാണ് പറയപ്പെടുന്നത്. അതായത് ലോകത്ത് വർദ്ധിച്ചു വരുന്ന ആണവ ഭീഷണികൾ അത് നേരിടാൻ വേണ്ടി ചൈനയെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ത്രികക്ഷി ചർച്ചകൾ ആവശ്യമാണ്, അനിവാര്യമാണ് എന്ന് ട്രംപ് അടക്കം ആലോചിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആഗോള സ്ഥിരത ഉറപ്പാക്കുന്നതിൽ ചൈനയ്ക്കും വലിയ ഉത്തരവാദിത്തമുണ്ട് എന്നും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ചൈനയ്ക്ക് ആകില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ പ്രസ്താവനകൾ എന്ന് പറയപ്പെടുന്നത്.
അമേരിക്കയുടെ ആരോപണങ്ങളെ ചൈനീസ് അംബാസഡർ അടക്കം തള്ളിക്കളയുമ്പോഴും ഒരു കാര്യം നിലവിൽ ഉള്ള സാഹചര്യത്തിൽ നിരായുധീകരണ ചർച്ചകളിൽ പങ്കുചേരാൻ താല്പര്യമില്ല എന്ന് അറിയിക്കുന്ന അല്ലെങ്കിൽ വ്യക്തമാക്കുന്ന ചൈന അതെന്തുകൊണ്ടാണ് എന്ന് പറയേണ്ടി വരും. മാത്രമല്ല മറ്റുള്ള രാഷ്ട്രങ്ങളെല്ലാം അത്തരത്തിൽ എത്തട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രങ്ങൾ വലിയ ആയുധ ശേഖരമുള്ള ആണവ ശേഖരമുള്ള അമേരിക്കയും റഷ്യയും തങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റട്ടെ, അതിനുശേഷം ബാക്കിയുള്ള രാജ്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയാൽ പോരെ എന്നുള്ള ചോദ്യം ചൈന മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ അവിടെ ഈ ആണവായുധ നിയന്ത്രണത്തെക്കുറിച്ചുള്ള സംവാദങ്ങൾ എന്ന് പറയുന്നത് പുതിയൊരു വഴിത്തിരിവിലെത്തി നിൽക്കുകയാണ്. ഒരു വശത്ത് അമേരിക്കയുടെ കടുത്ത ആരോപണങ്ങൾ, മറുവശത്ത് ചൈനയുടെ നിഷേധം, ഇവയൊക്കെ നിലനിൽക്കുമ്പോൾ അന്താരാഷ്ട്ര സുരക്ഷാ രംഗം കൂടുതൽ അനിശ്ചിതത്വത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ചൈനയുടെ സൈനിക നവീകരണവും വർദ്ധിച്ചു വരുന്ന ആണവശേഷിയും വരും ദിവസങ്ങളിൽ ആഗോള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി തുടരാൻ പോകുന്നു എന്നതാണ്. അപ്പോൾ ഇവിടെയാണ് ആണവായുധ ശേഖരം ഒരുപാടുള്ള, ആണവ പരീക്ഷണങ്ങൾ ഒരുപാട് മറ്റാരും അറിയാതെ നടത്തുന്ന, നിഗൂഢമായിട്ട് നടത്തുന്ന ചൈനയെ ഒറ്റിക്കൊടുക്കുന്ന ഒരു സമീപനത്തിലേക്ക് ട്രംപ് എത്തുന്നത്, അമേരിക്ക എത്തുന്നത്. ആണവായുധ പരീക്ഷണം ചൈന പലവട്ടം നടത്തിയിട്ടുണ്ട് എന്നും അത്തരത്തിൽ ആണവായുധ പരീക്ഷണം നടത്തുന്നത് ഒരിക്കലും ആശാസ്യമല്ല എന്നും ലോകത്തെ ആശങ്കയിലാക്കുന്നതാണ് എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ലോകരാഷ്ട്രങ്ങൾ എത്തിച്ചേരുന്നത്. അമേരിക്കയുടെ ഈ ഒറ്റുകൊടുക്കലാണെങ്കിൽ കൂടിയും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളാണെങ്കിൽ കൂടിയും, അങ്ങനെയുള്ള ചൈനയുടെ ഇടപാടുകളെ, ചൈനയുടെ ആണവ ആയുധ പരീക്ഷണങ്ങളെ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അത് മാത്രമല്ല അവരുടെ രീതികളെ ഇനി മറച്ചു വെക്കാൻ കഴിയില്ല എന്നും ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടേണ്ടതാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള രഹസ്യമായിട്ടുള്ള നീക്കങ്ങൾ അത് ലോകത്തെ പരിഭ്രാന്തിയിലാക്കുന്നതാണ്. ആണവായുധ പരീക്ഷണങ്ങൾ എന്ന് പറയപ്പെടുന്ന ഒരു യുദ്ധത്തെ മാടി വിളിക്കുന്നു എന്നതിന് തുല്യമാണ്. ഏത് സമയത്തും നമുക്കറിയാവുന്ന റഷ്യയും അമേരിക്കയുമാണ് ലോക രാജ്യങ്ങളിൽ ഇത്രത്തോളം ആയുധങ്ങൾ സ്വീകരിച്ച ലോകശക്തികൾ എന്ന്. പക്ഷെ അവരെക്കാളിലേറെ മറ്റു രാജ്യങ്ങൾ, അതിലൊന്നാണ് ചൈന എന്ന് പറയുന്നത്. ചൈന പലപ്പോഴും ഇങ്ങനെ നിഗൂഢമായ തരത്തിലുള്ള ആയുധ ശേഖരണങ്ങൾ നടത്തുന്നുണ്ട്. ആയുധ ശേഖരണങ്ങൾ നടത്തുക മാത്രമല്ല, ആയുധ ശേഖരണത്തിൽ ഉൾപ്പെടെ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കാതെ, അല്ലെങ്കിൽ ഇവിടെ മറ്റു രാജ്യങ്ങളോടുള്ള നിലപാടുകൾ വ്യക്തമാക്കാതെ, അവരുടെ ഉത്തരവാദിത്തം നിറവേറ്റാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. ഇത് ഒരു യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ അമേരിക്കയും റഷ്യയും തകർക്കുവാനുള്ള കരുത്ത് ചൈനയ്ക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്ന് ലോകം നിരീക്ഷിക്കുന്നുണ്ട്. ചൈനയുടെ ഈ പ്രവർത്തനങ്ങളെ അമേരിക്ക അതീവ രഹസ്യമായിട്ടാണെങ്കിലും അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം ഇപ്പോൾ ഇത്തരത്തിലൊരു രഹസ്യം കൂടി പുറത്തുവിട്ടിരിക്കുന്നു. നിഗൂഢതകൾ ഒളിപ്പിച്ചു വെക്കുന്ന ചൈനീസ് ഭരണകൂടത്തിന്റെ മറ്റൊരു രഹസ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ആണവ ആയുധങ്ങൾ, അല്ലെങ്കിൽ ആണവ രഹസ്യങ്ങൾ, ആണവായുധ പരീക്ഷണങ്ങൾ ഇവയൊക്കെ നടത്തുന്നുണ്ട് ചൈന എന്നുള്ളത്.